ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സിമ്പിളായിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഒരു 2 ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന പുഡിങ്. അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സ്ട്രോബെറിൻ്റെ ജെല്ലി പൗഡറാണ്. 85 ഗ്രാമോളം വരുന്ന ഒരു പാക്കറ്റാണിത്. 45 രൂപയാണ് ഇതിൻ്റെ വില. ഇനി ഒരു ബൗളിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു കപ്പോളം വെള്ളമുണ്ട്. അതിലേക്ക് ഈ ജെല്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനായി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടായാലും മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് 10 മിനിറ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഞാൻ ഫിയോണൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് വിസ്ക് വെച്ചിട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചിങ്ങനെ ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ജെല്ലിൻ്റെ ആ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ചൂടാറിയതാണ് ഇത്. മുഴുവനായി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഷുഗർ ഉള്ളതും ഉണ്ടാവും ഇല്ലാത്തതും ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഷുഗർ ഉള്ള വിപ്പിംഗ് ക്രീമാണ്. ഇല്ലാത്തതാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിലേക്ക് വേറെ തന്നെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേപോലെ വിസ്ക് വെച്ചിട്ട് ഇതാക്കണം നിർബന്ധമൊന്നുമില്ല. മിക്സി വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. അതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഞാൻ ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് 2 മുതൽ 3 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 3 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കിത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. മാത്രമല്ല കുട്ടികൾക്കെല്ലാം ഇഷ്ടമാവും. കുറഞ്ഞ ചേരുവകൾ മാത്രമേ വേണ്ടൂ. അപ്പോൾ ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.